തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്കാണ്. എന്നാൽ പലപ്പോഴും ഈ പ്രവചനങ്ങൾ പാടെ തെറ്റാറാണ് പതിവ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എക്സിറ്റ് പോളുകൾക്ക് സംഭവിച്ച പ്രധാന പരാജയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം 2004 പോകാം. ബി.ജെ.പി. സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഏവരും പ്രവചിച്ചു. ഇന്ത്യ ഷൈനിംഗ് എന്നതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. എന്നാൽ ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. ഗ്രാമീണ വോട്ടർമാരുടെ വികാരം മനസ്സിലാക്കാൻ സർവേകൾക്ക് സാധിച്ചില്ല. യു.പി.എ അധികാരത്തിലേറി. 2015 ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലും സർവേകൾക്ക് അടിതെറ്റി. ഒരു ത്രിശങ്കു സഭയായിരുന്നു പലരുടെയും പ്രവചനം. പക്ഷേ നഗര വോട്ടർമാരുടെ വലിയ പിന്തുണയോടെ 70-ൽ 67 സീറ്റുകളും നേടി ആം ആദ്മി പാർട്ടി അധികാരം നേടി. അടുത്തത് തമിഴ്നാട്. 2016 ജയലളിത പരാജയപ്പെടുമെന്ന് പല എക്സിറ്റ് പോളുകളും പറഞ്ഞു. എന്നാൽ സർവേകൾ അന്ന് കാണാതെ പോയത് തമിഴകത്തെ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയായിരുന്നു. ജയലളിത വീണ്ടും അധികാരത്തിലെത്തി. 2017 ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടമാണ് പ്രവചിക്കപ്പെട്ടത്. എന്നാൽ ജാതി സമവാക്യങ്ങൾ മറികടന്ന് ബി.ജെ.പി. വൻ ഭൂരിപക്ഷം നേടി. ഇതും സർവേ ഏജൻസികളെ അമ്പരപ്പിച്ചു. 2021 നടന്ന ബംഗാൾ തിരഞ്ഞെടുപ്പിലും പ്രവചനങ്ങൾ പാളി. ബി.ജെ.പി. മുന്നിലെത്തുമെന്ന് ചില സർവേകൾ പറഞ്ഞു. എന്നാൽ ക്ഷേമപദ്ധതികളും പ്രാദേശിക വികാരവും തൃണമൂൽ കോൺഗ്രസിനെ വലിയ വിജയത്തിലേക്ക് നയിച്ചു. 2021 കേരളത്തിലും ചിത്രം വ്യത്യസ്തമായിരുന്നില്ല. കടുത്ത പോരാട്ടം പലരും പ്രവചിച്ചപ്പോൾ ഭരണത്തുടർച്ച നൽകി എൽ.ഡി.എഫ്. ചരിത്രം കുറിച്ചു. സർക്കാരിന്റെ ജനപ്രീതി അളക്കുന്നതിൽ സർവേകൾക്ക് പിഴവുപറ്റി. ചുരുക്കത്തിൽ എക്സിറ്റ് പോളുകൾ സൂചനകൾ മാത്രമാണ്. യഥാർത്ഥ വിധി ജനങ്ങളുടെ മനസ്സിലാണ്. അത് ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ മാത്രമേ വ്യക്തമാകൂ.